നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ എനിക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാനിടയായി. അപ്പോൾ ആ കൂട്ടുകാരിയും ഭർത്താവും മാത്രമുള്ള ആ വീട്ടിൽ വളരെ ഉത്സാഹത്തോടെ ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാനിടയായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ഞാൻ ഇവനെ സാന്റ എന്നാണ് വിളിക്കാറുള്ളത്. ഞാൻ ചോദിച്ചു, സാന്റയോ? അന്നേരം പറഞ്ഞു, ശരിക്കും എൻ്റെ പേര് അങ്ങനെയൊന്നും അല്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൃദ്ധരായ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ടും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിൽ ഇവനെ കഴിഞ്ഞ് മറ്റാരുമില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറയുകയാണ്, ഞങ്ങളുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും കുറച്ചൊരു മാറിക്കിടക്കുകയാണെങ്കിൽ ഒക്കെ ശരിയാക്കി തരും. പറമ്പിലെ കാര്യങ്ങളെല്ലാം നോക്കും. ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ഇവൻ എത്ര പെട്ടെന്നായിരിക്കും അതെല്ലാം ഞങ്ങൾക്കായി ചെയ്തു തരുന്നത്. അതുകൊണ്ടാണ് എല്ലാം ചോദിക്കാതെ കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ചെയ്തു തരുന്ന ആളിനെ സാന്റ എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കുക. ഞാൻ വീണ്ടും ക്രിസ്മസിൻ്റെ ഐതിഹ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയുണ്ടായി. സാന്റാക്ലോസ് എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ക്രിസ്മസ് പപ്പ സെയിൻറ്റ് നിക്കോളാസ് എന്ന ബിഷപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വാക്കാണ്. അദ്ദേഹം വേഷം മാറി രാത്രികാലങ്ങളിലും പകൽ സമയത്തും അടുത്തുള്ള വീടുകളുടെ മുൻപിൽ കൂടെയെല്ലാം അവരറിയാതെ സഞ്ചരിച്ച് അവരുടെ സംസാരത്തിൽ നിന്നെല്ലാം അവരറിയാതെ തന്നെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിരുന്നു. അതാണ് സാന്റാക്ലോസ് നമുക്കുള്ള സമ്മാനങ്ങളുമായി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. രാവിലെ അവരെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ സെയിൻറ്റ് നിക്കോളാസ് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ അവരുടെ വീടിൻ്റെ പൂമുഖവാതിലിൽ വെച്ചിട്ട് അവർ കാണാതെ അവിടെ നിന്ന് മറിഞ്ഞു പോകാറുണ്ടായിരുന്നു. ഇതാണ് ഇന്നും ക്രിസ്മസ് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ. തീർച്ചയായും സാന്റ എന്ന വിളിപ്പേരിന് ആ പയ്യൻ തീർത്തും അർഹനാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി നമുക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അവർ ചോദിക്കാതെയും പറയാതെയും ഒന്ന് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ? തീർച്ചയായും സാന്റാക്ലോസ് വരുന്നത് കുട്ടികൾക്ക് എന്തുമാത്രം ആനന്ദം പകരും എന്നതിനേക്കാൾ മുതിർന്നവർക്ക് കൂടി ആനന്ദവും സന്തോഷവും പകരുന്ന ഒന്നായിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസ്. മാത്രമല്ല, ബൈബിളിൽ ക്രിസ്മസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നാണ്. മറ്റുള്ളവരിലേക്ക് ത്യാഗമെടുത്തുകൊണ്ട് സന്തോഷം പകരാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാനും പ്രചോദകമാകുന്ന ഒരു ക്രിസ്മസ് നിങ്ങൾക്കെല്ലാവർക്കും കൂടി ആശംസിക്കുകയാണ്. ഒപ്പം ഇത് തന്നെ അടുത്ത ഒരു വർഷത്തെ നമ്മളുടെ ലക്ഷ്യമാക്കി എടുത്താലോ? ഒരു പുതുവർഷം കൂടി കടന്നു വരുമ്പോൾ എല്ലാവർക്കും നവവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ കാഴ്ചപ്പാടിൽ അല്പം ഒരു മാറ്റം വരുത്താനും കൂടെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് ബ്ലെസ്സഡ് ന്യൂ ഇയർ. താങ്ക് യു.